അപ്പോൾ ഇല്ലാത്ത ജഗത്താണെങ്കിൽ പിന്നെ ഭഗവാൻ എന്തിനാ അവതരിച്ചു വരുന്നത്? അതാണ്. നമ്മളൊക്കെ ഇവിടെ ഉണ്ടായി, നമ്മളൊക്കെ മായ മൂലം കിടന്ന് ദുഃഖിക്കുന്നു. ആ ദുഃഖിക്കുന്ന നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ആണ്. ജഗത്തിലുള്ള ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ്, ജഗത്ത് രക്ഷയ്ക്കായിട്ടാണ് ഭഗവാൻ അവതാരങ്ങൾ എടുക്കുന്നത്. അതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ജന്മാധോ, ജന്മം, ഭഗവാന്റെ ജന്മം, ഭഗവാന് നാമം, ഭഗവാന്റെ കർമ്മങ്ങൾ, ഭഗവാൻ ചെയ്യുന്നതായ ഗുണങ്ങൾ, ദോഷങ്ങൾ, ഇതൊന്നും ഭഗവാൻ ഇല്ലാത്തതാണ്. ഇതെല്ലാം ഈ ശരീരമെടുക്കുന്നു, പല കർമ്മങ്ങൾ ചെയ്യുന്നു. ചിലപ്പോൾ നല്ലത് ചെയ്യുന്നു, ചിലപ്പോൾ ചീത്തയായിട്ടുള്ളത് ചെയ്യുന്നു. എന്താ കാരണം? ലോകാനാമൂതയേ, ലോകങ്ങളുടെ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ, ലോകത്തിന് ജനമെന്നർത്ഥമുണ്ട്. ജനങ്ങളുടെ സംരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അതാണ്, ജനങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ കാണുന്നതെല്ലാം സത്യമാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നാലെ പോയി അതിനെ വാരിക്കോരി കൂട്ടുന്ന ആൾക്കാരാണല്ലോ നമ്മൾ ഓരോരുത്തരും. എന്തൊക്കെ ഇവിടെ സുഖം തരുന്ന വസ്തുക്കളുണ്ടോ ആ വസ്തുക്കളെ നമ്മളിങ്ങനെ നമ്മുടെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള കർമ്മങ്ങളിൽപ്പെട്ട് നമ്മൾ ദുഃഖിക്കാനിടയാവുന്നു. അങ്ങനെ ദുഃഖിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ കാലാകാലങ്ങളിൽ അവതരിച്ചു വരുന്നത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ അത് വ്യക്തമാക്കുന്നുണ്ട്. അജോവി 4-ാം അധ്യായത്തിലാണ് പറയുന്നത്. ഭഗവാൻ ജന്മമില്ലാത്തവനാണ്. ജന്മമില്ലാത്ത ഭഗവാൻ തൻ്റെ മായയെ സ്വീകരിച്ച് രൂപമെടുത്തു വരുന്നു. സംഭവാമ്യ ആത്മമായ, തൻ്റെ മായ കൊണ്ട് രൂപമെടുത്തു വരുന്നു. എപ്പോഴാണ് വരുന്നത്? ഇവിടെയുള്ള ജനങ്ങൾ ഉള്ളതെല്ലാം സത്യമാണ് എന്ന് വിചാരിച്ച് ഇരിക്കുന്ന ആ ജനങ്ങൾ പലതരത്തിലുള്ള അധർമ്മങ്ങളിലൂടെ പണം നേടാനും മറ്റും ശ്രമിക്കുന്നു. 15-ാം ദശകത്തിൽ അത് വ്യക്തമായിട്ട് മേൽപ്പത്തൂർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആരാവിധത്തിൽ അധർമ്മത്തിൻ്റെ മാർഗത്തിൽ ധനം നേടാനും അധർമ്മത്തിൻ്റെ മാർഗത്തിൽ വലിയ കർമ്മങ്ങൾ ചെയ്യാനും ശ്രമിക്കുന്നുവോ അവരെ ഉദ്ധരിക്കാൻ വേണ്ടി അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എപ്പോൾ അങ്ങനെ അധർമ്മം വർദ്ധിക്കുന്നു, ധർമ്മത്തിന് ച്യുതി വരുന്നു, അധർമ്മം വർദ്ധിക്കുന്നു, അപ്പോൾ അധർമ്മികളെ നശിപ്പിച്ച് ധർമ്മത്തിനെ നിലനിർത്താൻ വേണ്ടി ഭഗവാൻ അവതരിക്കുന്നു. ആരാണ് ഈ വിധത്തിൽ പലതും വാരിക്കോരി കൂട്ടുന്നത്? ദുർജനങ്ങൾ. അതാണ്, ദുർജനങ്ങളാണ്. ആ ദുർജനങ്ങൾ സജ്ജനങ്ങളെ ഉപദ്രവിക്കുന്നു. അപ്പോൾ ആ സജ്ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ വരുന്നത്. പരിത്രാണായ സാധൂനാം, സാധുക്കൾ സജ്ജനങ്ങളെ രക്ഷിക്കണം. ഭഗവാനെ അംഗീകരിച്ചിരിക്കുന്നതായ ഭക്തജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ വരുന്നത്. അത് വേണം ചെയ്യണമെങ്കിൽ എന്ത് വേണം? വിനാശായ ച ദുഷ്കൃതം, ദുഷ്കർമ്മം ചെയ്യുന്നവരെ നശിപ്പിക്കണം. എന്നിട്ടോ ധർമ്മ സംസ്ഥാപനാർത്ഥായ, വേദത്തിൽ പറഞ്ഞിട്ടുള്ള ധർമ്മത്തിനെ വീണ്ടും ഉറപ്പിക്കുകയാണ്. അതിന് സംഭവാമി യുഗേ യുഗേ, ഹേ ഭഗവൻ, അതിനുവേണ്ടിയാണ് അങ്ങ് വീണ്ടും വീണ്ടും ജന്മമെടുത്ത് വരുന്നത്. അല്ലെങ്കിൽ ഭഗവാന് ജന്മമില്ല, ഒരു കർമ്മവും ചെയ്യേണ്ട ആവശ്യമില്ല.
അപ്പോൾ ഭഗവാൻ ശരീരം ജന്മമെടുക്കുന്നത്, കർമ്മങ്ങൾ ചെയ്യുന്നത് എല്ലാം സജ്ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാൻ എങ്ങനെയാണ് ഇതാവുന്നത്? സ്വകാനി മായാനുസാരി, തൻ്റെ മായയെ ഉപയോഗിച്ച് ബിഭ്രത് ശക്തി, അനേകം രൂപങ്ങൾ ധരിക്കുന്നു. അരൂപ അഭി, രൂപമില്ലാത്ത ആളാണ്, പക്ഷേ വാമനനായിട്ടും ശ്രീരാമനായിട്ടും ശ്രീകൃഷ്ണനായിട്ടും ഏതെല്ലാം തരത്തിലുള്ള ബഹുതര രൂപ, അത് എല്ലാം എടുത്ത് വിഭാതി ശോഭിക്കുന്നു. അത്ഭുതാത്മാ, അത്യത്ഭുതം എന്നല്ലാതെ എന്താ ഇതിനെക്കുറിച്ച് പറയുക? അപ്പോൾ ഇതെല്ലാം ഭഗവാൻ ചെയ്യുന്നത് തൻ്റെ തന്നെ മായയെ ആശ്രയിച്ചിട്ടാണ്. മായയുടെ അവിദ്യയെ കൊണ്ട്, അവിദ്യാസ്വരൂപിണിയായ മായയെ കൊണ്ടാണ് നമ്മളെ അതെ നമുക്ക് ഈ ലോകം വാസ്തവത്തിലുള്ള സത്യമായിട്ടുള്ളതാണെന്നുള്ള തോന്നലുണ്ടാക്കുന്നത്. പിന്നെ വിദ്യാസ്വരൂപിണിയായ മായയെക്കൊണ്ട് നമ്മളെ ഉദ്ധരിക്കുന്നു. നമ്മളിപ്പോൾ ചെയ്യുന്നത് വിദ്യാസ്വരൂപിണിയായ മായയെ ആശ്രയിക്കുന്നു. എവിടെ സത്സംഗങ്ങൾ നിന്ന് നടക്കണോ അവിടെ വിദ്യാസ്വരൂപിണിയായ മായ ആശ്രയിക്കണം. ആ വിദ്യാസ്വരൂപിണിയായ മായയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഈ ഭഗവാൻ ആരാണെന്നും ഈ ജഗത്ത് എന്താണെന്നും ഒക്കെ മനസ്സിലാക്കി ഒടുവിൽ ജഗത്തിനെ തള്ളിക്കളയാൻ നമുക്ക് സാധിക്കും. അത്ഭുതാത്മാ ബഹുതര രൂപോ വിഭാതി, അങ്ങനെ അനേകം രൂപത്തിൽ, മനുഷ്യനായിട്ട് മാത്രമല്ല, മത്സ്യകൂർമ്മ വരാഹശ്ച, അനേകം രൂപത്തിൽ ഭഗവാൻ അവതരിക്കുന്നു. ഓരോരോ സന്ദർഭത്തിൽ ഏത് രൂപമാണോ വേണ്ടത് അതാണ്. ഭൂമി വെള്ളത്തിൽ താണുപോയി രസാതലത്തിലാണ്, അതിനെ കൊണ്ടുവരാൻ വരാഹമാണ് ഏറ്റവും നല്ല ജന്തു. ആ വരാഹമായിട്ട് വന്നു. മണത്തു പോകണം, വെള്ളത്തിൽ പോകാൻ സാധിക്കണം. പർവ്വതത്തിനെ പൊക്കണം, അപ്പോൾ കൂർമ്മമായിട്ട് വന്നു. അങ്ങനെ ഓരോ രൂപം അതാത് അവസരത്തിന് യോജിച്ചതായ രൂപം എടുത്തുകൊണ്ട് വരുന്നു. ബിഭ്രത് ശക്തി, പല തരത്തിലുള്ളതായ രൂപങ്ങൾ എടുക്കുന്നു. ഹേ ഭഗവൻ, അങ്ങനെയുള്ള അങ്ങ് തന്നെയാണ് ഈ അജ്ഞാനികളായ ഞങ്ങൾക്ക് കൈവല്യത്തെ പ്രദാനം ചെയ്യുന്നത്. കൈവല്യം, കേവലസ്യ ഭാവം കൈവല്യം, കേവലസ്യ ഭാവം കൈവല്യം, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന അറിവ്, അതാണ് കേവലസ്യ ഭാവം. ഞാൻ തന്നെയാണ് ആ ഭഗവാൻ, അഹം ബ്രഹ്മാസ്മി എന്ന അറിവ് നേടുന്നു. കൈവല്യധാംനേ, അങ്ങനെ അജ്ഞാനികളായ ജനങ്ങൾക്ക് കൈവല്യത്തെ, ഞാൻ മാത്രമേ ഉള്ളൂ, അതായത് ഞാൻ ആ പരബ്രഹ്മം തന്നെ എന്നുള്ളതായ ആ അറിവിനെ, മോക്ഷത്തിനെ പ്രദാനം ചെയ്യുന്ന ഭഗവാൻ പരരസപരിപൂർണായ, രസം ആനന്ദം, പരരസം പരമാനന്ദം, പരിപൂർണമായ പരമാനന്ദം, സച്ചിദാനന്ദ സ്വരൂപനായിട്ട് ജീവിതകാലം മുഴുവൻ ഇരുന്ന ആളാണ് ശ്രീകൃഷ്ണൻ. അതാണ് 125 വർഷം ഇരുന്നു. ആ 125 വർഷവും അല്പം പോലും ദുഃഖമില്ലാതെ കണ്ട്, അതാണ് അല്പം പോലും ദുഃഖമില്ലാതെ കണ്ടിരുന്ന ആളാണ്. ഒന്നിനോടും രാഗവുമില്ല, ഒന്നിനോടും ദേഷ്യവുമില്ല, രാഗദ്വേഷങ്ങളില്ലാതെ കണ്ട്. ഏതൊരു ജഗത്തിനെ താൻ സൃഷ്ടിച്ചുവോ ആ ജഗത്തിൽപ്പെട്ടതാണ് തൻ്റെ മക്കളെല്ലാം. ആ മക്കളെയെല്ലാം താൻ പോകുന്നതിന് മുമ്പ് തന്നെ അവരെ നശിപ്പിച്ചിട്ടാണ് ഭഗവാൻ പോകുന്നത്. ഇതുകൊണ്ട് അവർ ആ വിധത്തിൽ പെരുമാറാൻ തുടങ്ങി എന്നർത്ഥം. അപ്പോൾ സച്ചിദാനന്ദ സ്വരൂപനായി ആര് തന്നെ ഭജിക്കുന്നുവോ
അവർക്ക് ഈ സച്ചിദാനന്ദത്തിനെ പ്രദാനം ചെയ്ത് ആര് തന്നോട് എതിർത്ത് വരുന്നുവോ അവരെ നശിപ്പിച്ച് അവരെ ദുഃഖിപ്പിക്കുന്നില്ല, അവരെ തന്നിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവർക്കാണ് നേരത്തെ മോക്ഷം കൊടുക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം ഭവിക്കട്ടെ. വിഷ്ണു നമസ്തേ. വിഷ്ണു തന്നെയാണ് ശ്രീകൃഷ്ണനായിട്ട് വന്ന്, ആ ശ്രീകൃഷ്ണൻ തന്നെയാണ് ഗുരുവായൂരപ്പനായിരിക്കുന്നത്. ഹേ ഭഗവൻ, ഹേ വിഷ്ണു, അങ്ങയ്ക്ക് നമസ്കാരം. അപ്പോൾ ഏതെല്ലാം രൂപങ്ങളാണ് ഭഗവാൻ എടുക്കുന്നത് എന്നുള്ളതാണ് ഇനി നോക്കുന്നത്.